നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്ഫുല്ലപദ്മപത്രാക്ഷം നീലജീമൂതസന്നിഭം യാദവാനാം ശിരോരത്നം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. രുക്മിണീകേളിസംയുക്തം പീതാംബരസുശോഭിതം അവാപ്തതുളസീഗന്ധം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഗോപികാനാം കുജദ്വന്ദ്വ കുങ്കുമാങ്കിതവക്ഷസം ശ്രീനികേതം മഹേശ്വാസം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീവത്സാംഗം മഹോരസ്കം വനമാലാഭിരാജിതം ശംഖചക്രധരം ദേവം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകങ്ങളായ 9ഉം 10ഉം പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 16 നരനാരായണ ചരിതവും ദക്ഷയാഗവും. ശ്ലോകം 9. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. ദക്ഷ തു അത് ചേർത്തിട്ട് ദക്ഷസ്തു ദ എന്നുള്ള ദയ എന്നുള്ളതിൻ്റെ ദക്ഷ എന്ന് കാഷ ചേർന്നതാണ്. നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ധാതുർ അതിലാളനയ അത് ചേർത്തിട്ട് ധാതുരതിലാളനയ. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. രജോന്ധോ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ന അത്യാദൃത ത്വയി അതെല്ലാം ചേർത്തിട്ട് നാത്യാദൃത സ്ത്വയി സ്ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളും. ച കഷ്ടം അശാന്തിർ ആസീത് അതെല്ലാം ചേർത്തിട്ട് കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധ ന്ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സ ഭവത് തനും ഏവ അത് ചേർത്തിട്ട് ഭവത്തനുമേവ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സർവം യജ്ഞേ ജ്ഞ എന്നുള്ള അക്ഷരം ശ്രദ്ധിച്ചോളൂ. ജ ജ്ഞ എന്നാണ്. നിറയെ ശ്ലോകങ്ങളിൽ നമ്മൾ പഠിച്ചു ഇതുപോലത്തെ. യജ്ഞേ ച വൈരപിശുനേ വൈരപിശുനേ സ്വസുതാം സ്വ നാമുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സ്വസുതാം നീട്ടിയിട്ട് മുറുക്കം വ്യമാനീത് വ്യമാനീത് അങ്ങനെ നിർത്താം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. അടുത്തത് 10ാമത്തെ ശ്ലോകം. ക്രുദ്ധേശമർദ്ദിതമഖ സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദഥലബ്ധജീവ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. ക്രുദ്ധേശമർദ്ദിതമഖ ക്രുദ്ധേ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മർദ്ദിത ഋതി എന്നുള്ളത് ഒന്ന് ഊന്നി പറയണം. ദ എന്ന് ഡബിളായിട്ടുണ്ട്. അതുകൊണ്ട് മർദ്ദിത മഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ അങ്ങനെ നിർത്തണം.
വിസർഗമില്ലാതെയാണെങ്കിൽ ഈ സ എന്ന് ഡബിളായിട്ട് പറയണം. ക്രുദ്ധേശമർദ്ദിതമഖസ, അങ്ങനെ മഖ എന്ന് പറഞ്ഞിട്ട് സ എന്ന് പറയാണ് ഈസി ആയിട്ടുള്ളത്. സ തു കൃത്തശീർഷോ, ചെറിയ വരട്ടിട്ടുണ്ട് അവിടെ, അപ്പോൾ അത് ചേർത്ത് ചൊല്ലണത്. കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദഥ. കൃത്തശീർഷോ ദേവ ദന്ന് ദയുടെ ദന്നാണ്. ദേവപ്രസാദിത ഹരാത് അഥ ചേർത്തിട്ട് ദേവപ്രസാദിത ഹരാദഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ലബ്ധ ബ എന്നുള്ളതിൻ്റെ അടിയിൽ ഥ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ലബ്ധ ജീവ, അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. തുവത്, താന്ന് കഴിഞ്ഞിട്ടുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. തുവത് പൂരിത ക്രതുവര, അവിടെയുണ്ട് വിസർഗം, അപ്പം അങ്ങനെ നിർത്തണം. പുനരാപ, പുനർ ആപ അത് ചേർത്തിട്ട് പുനരാപ. ശാന്തിം വള്ളി മുർക്കം ന്ത എന്നുള്ളത് ന ത എന്നാണ്. ന്ത ശാന്തിം. സ ത്വം, ത്വം എന്നുള്ളത് താന്ന് കഴിഞ്ഞിട്ടുള്ള ചിഹ്നം മുർക്കം, അതൊക്കെ ശ്രദ്ധിച്ചോളൂ. പ്രശാന്തികര, പ്രശാന്തികര. പാഹി മരുത്പുരേശ, അങ്ങനെ നിർത്തിയാൽ മതി. ദീർഘം വിസർഗം ഒന്നുമില്ല. മരുത്പുരേശ അങ്ങനെ നിർത്തുക. ക്രുദ്ധേശമർദ്ദിതമഖ സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദഥ ലബ്ധജീവ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.